ഡിയർ സ്റ്റുഡൻസ്, സർക്കിൾസ് എന്ന ചാപ്റ്ററിലുള്ള കുറച്ച് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ് എടുക്കുന്നത്. അപ്പോൾ എന്തൊക്കെയാണെന്നുള്ളത് നോക്കാം. ആദ്യത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, ഇൻ ദ ഗിവൺ ഫിഗർ O ഈസ് ദ സെൻറ്റർ ഓഫ് ദ സർക്കിൾ വിത്ത് കോഡ്സ് AP ആൻഡ് BB ബീങ് പ്രൊഡ്യൂസ്ഡ് ടു R ആൻഡ് Q. അതായത് BP പ്രൊഡ്യൂസ് ചെയ്ത് Qയിലേക്ക്, AP പ്രൊഡ്യൂസ് ചെയ്ത് R വരെ റെസ്പെക്റ്റീവ്ലി. ദെൻ ഇഫ് ആംഗിൾ QPR എന്നുള്ള ആംഗിൾ 35 ഡിഗ്രി ആണ്. ഫൈൻഡ് ദ മെഷർ ഓഫ് AOB ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഈ ആംഗിൾ ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഈ ആംഗിൾ കാണണമെങ്കിൽ ഈ ആംഗിൾ അറിയണം. അതായത് AB എന്നുള്ള കോഡ്, ആംഗിൾ സബ്റ്റൻഡഡ് ബൈ ദ ആർക്ക് അറ്റ് ദ സെന്റർ ഈസ് ഡബിൾ ദ ആംഗിൾ സബ്റ്റൻഡഡ് ബൈ ഇറ്റ് അറ്റ് റിമൈനിങ് പാർട്ട് ഓഫ് ദ സർക്കിൾ. നമ്മളൊരു തിയറം പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ആംഗിൾ അറിയെങ്കിൽ നമുക്ക് ഈ ആംഗിൾ കണ്ടുപിടിക്കാൻ പറ്റും. ഈ ആംഗിളിന്റെ ഡബിൾ ആയിരിക്കും ഇവിടെയുള്ള ആംഗിൾ. അപ്പോൾ ആ തിയറം ഓർമ്മിക്കുക അതിനു വേണ്ടി. അപ്പോൾ ഈ ആംഗിൾ നമുക്ക് കണ്ടുപിടിക്കണമെങ്കിൽ ഇത് രണ്ട്, അതായത് ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ഈ ആംഗിൾ എന്താണ്, വെർട്ടിക്കലി ഓപ്പോസിറ്റ് ആംഗിൾസ് ആണ്. വെർട്ടിക്കലി ഓപ്പോസിറ്റ് ആംഗിൾസ് ഈക്വൽ ആയിരിക്കും. അപ്പോൾ നമുക്ക് എങ്ങനെ പറയാം, ആംഗിൾ APB ഈക്വൽ ടു ആംഗിൾ QPR. അപ്പോൾ ഈ ആംഗിൾ രണ്ടും എന്താണ്, 35 ഡിഗ്രി. റീസൺ അവിടെ എഴുതുക, വെർട്ടിക്കലി ഓപ്പോസിറ്റ് ആംഗിൾസ് ആണ്. വെർട്ടിക്കലി ഓപ്പോസിറ്റ് ആംഗിൾസ് ഈക്വൽ ആയിരിക്കും. ഇനി AB എന്ന കോഡിൽ നിന്നുള്ള ആംഗിൾസ് ആണ് AOBയും APBയും. അപ്പോൾ ആംഗിൾ സബ്റ്റൻഡഡ് ബൈ ദ ആർക്ക് at the center is double the angle subtended by it remaining part ആണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്താവും, അതായത് ആംഗിൾ AOB ആണ് കണ്ടുപിടിക്കേണ്ടത്. AOB AB എന്നുള്ള കോഡിൽ നിന്ന് തന്നെയാണ് APB. AOB ഈക്വൽ ടു 2 ടൈംസ് ആംഗിൾ APB ആണ്. അപ്പൊ 2 × 35 ദാറ്റ് ഈസ് ഈക്വൽ ടു 70 ഡിഗ്രി. അപ്പൊ ആ തിയറം ഓർമ്മിക്കുക. ആംഗിൾ സബ്റ്റൻഡഡ് ബൈ ദ ആർക്ക് അറ്റ് ദ സെന്ററിലുള്ള ആംഗിൾ ആണ് AOB ഈസ് ഡബിൾ ദ ആംഗിൾ സബ്റ്റൻഡഡ് ബൈ ഇറ്റ് റിമൈനിങ് പാർട്ട്. ഈ സർക്കിളിന്റെ ഏത് പാർട്ടിൽ വന്നു കഴിഞ്ഞാലും ഈ ആംഗിൾ ആ ആംഗിളിന്റെ ഡബിൾ ആയിരിക്കും. ഇപ്പൊ സെന്ററിലുള്ള ആംഗിൾ ആണ് ഡബിൾ ആയിട്ടുണ്ടാവുക. അപ്പോൾ ഇവിടെ 35 ആണെങ്കിൽ അതിന്റെ ഡബിൾ ആയിരിക്കും ഇവിടെയുള്ള ആംഗിൾ. അപ്പൊ ആ സെയിം കോഡ് അത് ശ്രദ്ധിച്ചാൽ മതി. AB എന്നുള്ള കോഡിൽ നിന്ന് തന്നെയാണ് വരുന്നത്. അങ്ങനെയുള്ളത് മാത്രമേ ഡബിൾ ആവുള്ളൂ. അടുത്തത്, the given figure O is the center of circle, angle POQ equal to 110 degree, then find PRQ. അപ്പോൾ സെയിം അതേപോലത്തെ ക്വസ്റ്റ്യൻ തന്നെയാണ്. അതായത് ആംഗിൾ സബ്റ്റൻഡഡ് ബൈ ദ ആർക്ക് അറ്റ് ദ സെന്റർ ഈസ് ഡബിൾ ദ ആംഗിൾ സബ്റ്റൻഡഡ് ബൈ ഇറ്റ് അറ്റ് റിമൈനിങ് പാർട്ട് ഓഫ് ദ സർക്കിൾ. അപ്പോൾ ഇവിടെ നമുക്ക് സെന്ററിലുള്ള ആംഗിൾ ആണ് തന്നിട്ടുള്ളത്. സർക്കിളിലുള്ള ആംഗിൾ കണ്ടുപിടിക്കണം. ഇവിടെ PQ ഈ ഒരു കോഡിൽ നിന്നുള്ള ആംഗിൾ ആണ് POQ, അതുപോലെ PRQ. അപ്പോൾ ആംഗിൾ POQ ആണ് നമുക്ക് 110 ഡിഗ്രിയും തന്നിട്ടുള്ളത്. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ആംഗിൾ PRQ ആണ്. PRQ എന്ന് പറയുന്നത് ഹാഫ് ഓഫ് ആംഗിൾ POQ ആയിരിക്കും. അപ്പോൾ 110 ഡിവൈഡ് ബൈ 2 55 ഡിഗ്രി. അപ്പോൾ അതെപ്പോഴും ഓർമ്മിക്കുക, സെന്ററിലുള്ള ആംഗിൾ റിമൈനിങ് പാർട്ടിലുള്ള ആംഗിളിന്റെ ഡബിൾ ആയിരിക്കും. അപ്പോൾ ഈ ആംഗിൾ കാണണമെങ്കിൽ ഇതിന്റെ ഹാഫ് കണ്ടുപിടിക്കുക. അടുത്തത്, the given figure O is the center of circle, angle APO 20 degree, angle ACO 30 degree തന്നിട്ടുണ്ട്. where A, B, C are points on the circle. what is the value of x? അപ്പൊ ഇതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. BC എന്നുള്ള കോഡ്, അതായത് BOC അതുപോലെ BAC, angle BOC ഈക്വൽ ടു 2 ടൈംസ് ആംഗിൾ BAC ആണ്. നമ്മളിപ്പോൾ പഠിച്ച തിയറം. അതായത് ആംഗിൾ സബ്റ്റൻഡഡ് ബൈ ദ ആർക്ക് അറ്റ് ദ സെന്റർ ഈസ് ഡബിൾ ദ ആംഗിൾ സബ്റ്റൻഡഡ് ബൈ ഇറ്റ് റിമൈൻ. അപ്പോൾ BC എന്നുള്ള കോഡിൽ നിന്നുള്ള ആംഗിൾ BOC 2 ടൈംസ് BACക്ക് ഈക്വൽ ആണ്. അപ്പോൾ BAC എന്താന്നുള്ളത് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ നമുക്ക് X എന്താന്നുള്ളത് കിട്ടും. അപ്പോൾ അതിനു വേണ്ടി ഇവിടെ നമുക്ക് OB OA OC എന്താണ്, സർക്കിളിന്റെ റേഡിയാണ്. OA ഈക്വൽ ടു OB ഈക്വൽ ടു OC എല്ലാം റേഡിയസ് ആണ്. അപ്പോൾ റേഡിയസ് എല്ലാം ഈക്വൽ ആയിരിക്കും. റേഡിയസ് ഈക്വൽ ആണെങ്കിൽ AOB എന്നുള്ള ട്രയാങ്കിൾ, അവിടെ AOB എന്നുള്ള ട്രയാങ്കിൾ ഉണ്ട്. ഇതിൽ ഈ ആംഗിൾ 20 ആണെങ്കിൽ ഇവിടെ
ഇത് ബി, ഇത് എ. ഒ എയും ഒ ബി ഈക്വൽ ആണെങ്കിൽ ഈ ഒരു ട്രയാങ്കിളിന്റെ ബേസ് ആംഗിൾ എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. ഇവിടെ ഇങ്ങനെയാണ് ഉള്ളത്. അപ്പോൾ ഈ ട്രയാങ്കിളിന്റെ ഈ ആംഗിൾ എ ബി ഒ ബി ഒ എക്ക് ഈക്വൽ ആണ്. സൈഡ്സ് ഈക്വൽ സൈഡ്സിന് ഓപ്പോസിറ്റ് വരുന്ന ആംഗിൾസ് ഈക്വൽ ആയിരിക്കും. അപ്പൊ ഈ ആംഗിൾ 20 ആയിരിക്കും. അപ്പൊ ഇവിടെ ഈ ഹാഫ് എന്ന് പറയുന്നത് 20 ആയിരിക്കും. അപ്പൊ നമുക്ക് എങ്ങനെ എഴുതാതെ? ആംഗിൾ ഒ ബി എ ഈക്വൽ ടു ആംഗിൾ ഒ എ ബി ഈക്വൽ ടു എത്ര കിട്ടും? നമുക്ക് 20 എന്ന് കിട്ടും. ബേസ് ആംഗിൾസ് ഈക്വൽ ആണ്. അടുത്തത് അതുപോലെ തന്നെ ഇപ്പുറത്തെ സൈഡും പറയാം. ഒ സി എ ആംഗിൾ ഒ സി എ ഈക്വൽ ടു ആംഗിൾ ഒ എ സി ഈക്വൽ ടു 30 ഡിഗ്രി. അപ്പോ ആംഗിൾ ബി എ സി എന്ന് പറയുന്നത് എന്തായിരിക്കും? ബി എ സി ഈക്വൽ ടു ആംഗിൾ, ഇത് രണ്ടും കൂടി ആഡ് ചെയ്താൽ മതി. ആംഗിൾ ഒ എ, അതായത് ഒ എ ബിയും ഒ എ സിയും ആഡ് ചെയ്യുക. ആംഗിൾ ഒ എ ബി പ്ലസ് ആംഗിൾ ഒ എ സി ദാറ്റ് ഈസ് ഈക്വൽ ടു 20 പ്ലസ് 30 50 ഡിഗ്രി ആണ് കിട്ടുന്നത്. ബി എ സി എന്നുള്ള ആംഗിൾ 50 ഡിഗ്രി ആണെങ്കിൽ ബി ഒ സി എന്തായിരിക്കും? 2 ടൈംസ് ബി എ സി. അപ്പോൾ therefore ആംഗിൾ ബി ഒ സി ഈക്വൽ ടു 2 ടൈംസ് ആംഗിൾ ബി എ സി ആണ്. ബി എ സി നമുക്ക് 50 ആണ് കിട്ടിയിട്ടുള്ളത്. 2 × 50 ഈക്വൽ ടു 100. അപ്പോൾ 100 ഡിഗ്രി ആയിരിക്കും എക്സ്. therefore x is equal to 100 degree. In the given figure, O is the center of circle. Chord AB is equal to radius of circle. അപ്പോൾ chord AB എന്ന് പറയുന്നത് radius of circle ന് ഈക്വൽ ആണ്. Then find ആംഗിൾ എ സി ബി. എ സി ബി ആണ് കാണേണ്ടത്. അപ്പോൾ എ ഒ ബി കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എ സി ബി എന്താണെന്നുള്ളത് കണ്ടുപിടിക്കാൻ കഴിയും. അപ്പോൾ എ ഒ ബി എന്നുള്ള ആംഗിൾ ഇവിടെ റേഡിയസ് ഒ എയും ഒ ബി എന്താണ്? റേഡിയസ് ആണ്. റേഡിയസിന് ഈക്വൽ ആണ് കോഡ് തന്നിട്ടുണ്ട്. അപ്പോൾ ഒ എ ഈക്വൽ ടു ഒ ബി ഈക്വൽ ടു എ ബി ആണ്. 3 സൈഡ്സും ഈക്വൽ ആണെങ്കിൽ ആ ട്രയാങ്കിൾ എന്താണ്? ഈക്വലേറ്റർ ട്രയാങ്കിൾ. therefore ഒ എ ബി ഈസ് എൻ ഈക്വലേറ്റർ ട്രയാങ്കിൾ. ഈക്വലേറ്റർ ട്രയാങ്കിൾ ആണ്. ഈക്വലേറ്റർ ട്രയാങ്കിൾ ആവുമ്പോൾ അതിന്റെ ആംഗിൾ എന്തായിരിക്കും? എല്ലാ സൈഡ്സും ഈക്വൽ ആയിരിക്കും, എല്ലാ ആംഗിൾസും ഈക്വൽ ആയിരിക്കും. അപ്പൊ ആംഗിൾ എന്ന് പറയുന്നത് 60 ഡിഗ്രി ആയിരിക്കും. എ ഒ ബി ഈക്വൽ ടു 60 ഡിഗ്രി ആണ്. എ ഒ ബി 60 ഡിഗ്രി ആണെങ്കിൽ അതിന്റെ ഹാഫ് ആയിരിക്കും ഇവിടെയുള്ള ആംഗിൾ. therefore ആംഗിൾ എ സി ബി ഈക്വൽ ടു ഹാഫ് ഓഫ് ആംഗിൾ എ ഒ ബി is equal to 60/2 equal to 30 ഡിഗ്രി. അപ്പോൾ അതിന്റെ ആംഗിൾ എ സി ബി എന്ന് പറയുന്നത് 30 ഡിഗ്രിയാണ്. In the given figure, AB and CD are two equal chords of a circle with center O. OP and OQ are perpendiculars on chords AB and CD respectively. അതായത് സെന്റർ എന്നുള്ള പെർപെൻഡിക്കുലർ ആണ് OPയും OQയും. ആംഗിൾ POQ എന്ന് പറയുന്നത് 120 ഡിഗ്രി തന്നിട്ടുണ്ട്. ഫൈൻഡ് ആംഗിൾ APQ. ഈ ആംഗിൾ ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഇവിടെ ഈ ആംഗിൾ കണ്ടുപിടിക്കണം. അപ്പോൾ ഈ ട്രയാംഗിൾ POQ നമുക്ക് അറിയുന്നത് ആംഗിൾ POQ എന്ന് പറയുന്നത് എത്രയാണ് തന്നിട്ടുണ്ട്? 120 ഡിഗ്രി. ഈ രണ്ട് ആംഗിളും അറിയണം. ആ രണ്ട് ആംഗിളും അറിയണം. ആദ്യം അവിടെ എ ബിയും സി ഡിയും എന്താണ്? ഈക്വൽ കോഡ്സ് ആണ്. എ ബി ഈക്വൽ ടു സി ഡി ആണ്. എ ബി ഈക്വൽ ടു സി ഡി ആണെങ്കിൽ ഒ പി ഈക്വൽ ടു ഒ ക്യു ആണ്. അതായത് ഈക്വൽ കോഡ്സ് ആണ്. ഈക്വൽ ഡിസ്റ്റൻസ് ഫ്രം ദ സെന്റർ ആണ്. അത് ഈക്വൽ കോഡ്സ് ആർ ഡിസ്റ്റൻസ് ഫ്രം ദ സെന്റർ. സെന്ററിന് ഈക്വൽ ഡിസ്റ്റൻസിലാണ് ഉണ്ടാവുക. അതുകൊണ്ട് ഒ പിയും ഒ ക്യൂയും എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. ഇവിടെ നമുക്ക് റേഡിയസ് ആണെന്ന് പറയാൻ കഴിയില്ല. ഒ പി ഒ ക്യു റേഡിയസ് അല്ല, നമ്മുടെ ഈക്വൽ കോഡ്സിലേക്കുള്ള പെർപെൻഡിക്കുലർ ആണ്. അപ്പൊ ഇത് രണ്ടും ഈക്വൽ കോഡ്സ് ആയതുകൊണ്ട് അത് രണ്ടും ഈക്വൽ ഡിസ്റ്റൻസിലാണ് ഉണ്ടാവുക സെന്ററിന്. അപ്പോൾ അതുകൊണ്ട് ഒ പിയും ഒ ക്യൂയും ഈക്വൽ ആയിരിക്കും. ഒ പിയും ഒ ക്യു ഈക്വൽ ആണെങ്കിൽ പി ഒ ക്യു എന്ന് പറയുന്നത് ഒരു ഐസോസെലസ് ട്രയാങ്കിൾ. അതായത് ഈക്വൽ ആംഗിൾസിന് ഓപ്പോസിറ്റ് വരുന്ന ഈക്വൽ സൈഡ്സിന് ഓപ്പോസിറ്റ് വരുന്ന ആംഗിൾസ് ഈക്വൽ ആയിരിക്കും. അതായത് ഈ പി ഒ ക്യു എന്നുള്ള ട്രയാങ്കിളിലെ ബേസ് ആംഗിൾ ഈക്വൽ ആയിരിക്കും. അപ്പൊ നമുക്ക് അത് എങ്ങനെ എഴുതാം? ആംഗിൾ ഒ പി ക്യു ഈക്വൽ ടു ആംഗിൾ ഒ ക്യു പി.
അത് രണ്ടും ഈക്വൽ ആയിരിക്കും. ഒ പി ക്യു ഈക്വൽ ടു ആംഗിൾ ഒ ക്യു പി ആണ്. അപ്പോൾ ഈ ഒരു ട്രയാങ്കിളിന്റെ ആംഗിൾ സം പ്രോപ്പർട്ടി എഴുതുകയാണെങ്കിൽ, അതായത് ആംഗിൾ ഒ പി ക്യു പ്ലസ് ആംഗിൾ ഒ ക്യു പി പ്ലസ് ആംഗിൾ പി ഒ ക്യു ഈക്വൽ ടു 180 ഡിഗ്രി ആണ്. അപ്പൊ ഇത് രണ്ടും ഈക്വൽ ആണ്. ഇതിനെ നമുക്ക് എന്ത് ചെയ്യാം, 2 ടൈംസ് ആംഗിൾ ഒ പി ക്യു പ്ലസ് 120 ഡിഗ്രി ഈക്വൽ ടു 180. അപ്പോൾ 2 ടൈംസ് ആംഗിൾ ഒ പി ക്യു എന്ന് പറയുന്നത് നമുക്ക് എന്ത് കിട്ടും, 180 മൈനസ് 120 ദാറ്റ് ഈസ് ഈക്വൽ ടു 60. അപ്പോൾ ആംഗിൾ ഒ പി ക്യു എന്ന് പറയുന്നത് 60/2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 30 ഡിഗ്രിയാണ്. അപ്പോൾ ഈ ആംഗിൾ എന്ന് പറയുന്നത് 30 ഡിഗ്രിയാണ്. ഈ ആംഗിൾ 30 ഡിഗ്രി, ഈ ആംഗിളും 30 ഡിഗ്രി. ഈ ആംഗിൾ 30 ഡിഗ്രി ആണെങ്കിൽ നമുക്ക്, അതായത് ഈ ഹാഫ് 90 ആണെങ്കിൽ ഇവിടുന്ന് തൊട്ട് ഇവിടം വരെയുള്ള ഈ രണ്ട് ആംഗിളും കൂടിയിട്ടുള്ളത് എന്തായിരിക്കും, 90 ഡിഗ്രി. അതായത് ആംഗിൾ എ പി ക്യു പ്ലസ് ആംഗിൾ ക്യു പി ഒ എന്ന് പറയുന്നത് രണ്ടും കൂടിയാണ് 90 ഡിഗ്രി വരിക. കാരണം ഇത് ഇങ്ങനെ പെർപെൻഡിക്കുലർ പറയുമ്പോൾ ഈ ഹാഫ് 90 ആണെങ്കിൽ അതിന്റെ ഇപ്പുറത്തെ സൈഡ് ഇത് 90 ആയിരിക്കും. അപ്പോൾ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എ പി ക്യു ആണ്. എ പി ക്യു എന്ന് പറയുന്നത് ആംഗിൾ ക്യു പി ഒ അല്ലെങ്കിൽ ഒ പി ക്യു, എങ്ങനെ എഴുതിയാലും കുഴപ്പമില്ല. ഒ പി ക്യുവിന്റെ ആ ആംഗിൾ നമുക്ക് എത്ര കിട്ടിയിട്ടുള്ളത്, 30 ഡിഗ്രിയാണ്. ഫോർ ആംഗിൾ എ പി ക്യു എന്ന് പറയുന്നത് നമുക്ക് എങ്ങനെ എഴുതാം, 90 മൈനസ് 30 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 60 ഡിഗ്രിയാണ്. ആംഗിൾ എ പി ക്യു എന്ന് പറയുന്നത് 60 ഡിഗ്രിയാണ്. ഇവിടെ ഓർമ്മിക്കേണ്ടത് ഇത്രയേ ഉള്ളൂ, ഈ ഒരു ട്രയാങ്കിൾ കൺസിഡർ ചെയ്യുക. അത് ഐസോസെലസ് ട്രയാങ്കിൾ ആണ്. കാരണം ഒ പിയും ഒ ക്യൂയും ഈക്വൽ ആണ്, ഈക്വി ഡിസ്റ്റൻസ് ഫ്രം ദ സെന്റർ. അതായത് ഈക്വൽ കോഡ്സ് ഈക്വി ഡിസ്റ്റൻസ് ഫ്രം ദ സെന്റർ ആണ്. അപ്പൊ ആ രണ്ട് സൈഡും ഈക്വൽ ആവുമ്പോൾ ഇതൊരു ഐസോസെലസ് ട്രയാങ്കിൾ ആവും. ഐസോസെലസ് ട്രയാങ്കിളിന്റെ ഒരു ആംഗിൾ അറിയെങ്കിൽ ബാക്കി രണ്ട് ആംഗിൾ 180 മൈനസ് ചെയ്യുമ്പോൾ നമുക്ക് ഇവിടെ 60ന്റെ ഹാഫ് ആണ് വരിക. അപ്പൊ ഇത് 30, ഇത് 30. അങ്ങനെയാണ് നമുക്ക് ഈ ആംഗിൾ കിട്ടുന്നത്. ഇനി ഇവിടുന്ന് തൊട്ട് ഇവിടം വരെയുള്ള ആംഗിൾ ആണ് 90 ഡിഗ്രി. നമുക്ക് ഈ ഒരു ഹാഫ് മാത്രമേ വേണ്ടൂ. അപ്പൊ ഈ ആംഗിൾ മൈനസ് ചെയ്യാം. 90യിൽ നിന്ന് ഈ ആംഗിൾ മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ എ പി ക്യു എന്നുള്ള ആംഗിൾ കിട്ടും. അത് 60 ഡിഗ്രിയാണ്. അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് എൻ്റെ ക്ലാസ് ഇഷ്ടമായി ലൈക്ക് ചെയ്യുക. അതുപോലെ നിങ്ങൾക്ക് എൻ്റെ ക്ലാസ് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ നിങ്ങളെ ഫ്രണ്ട്സിനും കൂടി ഒന്ന് ഷെയർ ചെയ്യുക.